നമസ്കാരം. ന്യൂസ് തിയേറ്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾ വലിയ തർക്കങ്ങൾക്കും ഒരർത്ഥത്തിൽ ഒരു കോലാഹലത്തിനും വഴിവെച്ചിരിക്കുകയാണ് UDF-ൽ. അതിൽ തന്നെ എടുത്തു പറയേണ്ട രണ്ട് പാർട്ടികൾ, അത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും മറ്റൊന്ന് മുസ്ലിം ലീഗുമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തർക്കങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള രൂക്ഷ സ്വഭാവത്തോടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളും പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് അതിനകത്ത് പോര് ഏറ്റവും കലശലായിരിക്കുന്നത്. അതായത് കോട്ടയത്ത് ഒരു സീറ്റ് മാത്രമാണ് മത്സരിക്കാൻ നിലവിൽ KM മാണിക്ക് പാർട്ടി മാണി ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത്. ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ജോസഫ് വിഭാഗം. കാരണം KM മാണിയുടെ മകൻ ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് വാങ്ങി ഓൾറെഡി അദ്ദേഹം MP ആയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു സീറ്റിൽ തങ്ങൾക്ക് മത്സരിക്കാൻ അവസരം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് PJ ജോസഫ്. അല്ലെങ്കിൽ രണ്ട് സീറ്റ് വേണം, ഒരു സീറ്റ് തങ്ങൾക്ക്, ഒന്നിൽ മാണി വിഭാഗത്തിൻ്റെ ആൾ മത്സരിക്കട്ടെ എന്നതാണ്. ഒരു സീറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന സന്ദേശമാണ് അവർ പാർട്ടിക്കകത്തും പുറത്തുമായി നൽകുന്നത്. പക്ഷേ മാണി ഇതിനോട് വഴങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാര്യം. അതുകൊണ്ട് വലിയ തർക്കം അതിനകത്തുണ്ടായിരിക്കുന്നു. ജോസ് കെ മാണി ഇപ്പോൾ നടത്തുന്ന എന്തോ കേരള മാർച്ചോ മറ്റുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലയനം കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ആ നിലയ്ക്ക് തർക്കം വലിയ തോതിൽ വികസിക്കുകയാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ മാണിയും രണ്ട് സീറ്റുകൾ വേണമെന്ന ആവശ്യം UDF നേതൃത്വത്തിൻ്റെ മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് രണ്ട് സീറ്റ് വേണം. രാവിലെ മാണി പറഞ്ഞത് വിജയിക്കുന്ന സീറ്റ് തന്നെ വേണമെന്നാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം KM മാണി മാധ്യമങ്ങളോട് പറഞ്ഞത് കേൾക്കാം. ആദ്യം പൊതുവായിട്ടുള്ള കാര്യം, UDF-നെ ശക്തീകരിക്കുക, തിരഞ്ഞെടുപ്പിലേക്ക് വേഗം നീങ്ങുക, പരമാവധി തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സെക്യൂർ ചെയ്യുക. പ്രത്യേക ഇൻഡിവിജ്വൽ സീറ്റ്സ് ഒന്നും ചർച്ച ചെയ്തില്ല. കേരള കോൺഗ്രസിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളതിന് പുറമെ അതാണ്, കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി വേണം, രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി അത് കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും അത് പൊതുവായി പറയുകയും ചെയ്തിരിക്കുന്നു KM മാണി. പക്ഷേ ഇത് മാണി പറയുമ്പോഴും അതിനകത്ത് നിൽക്കുന്ന നീറി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കണം. ഇനി നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. കേരള കോൺഗ്രസിനകത്തെ യഥാർത്ഥത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിരിക്കും KM മാണി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എത്രത്തോളം അതിനകത്ത് കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന് പരിശോധിക്കാം. അതായത് മാണിയുടെ ഏകപക്ഷീയമായ താല്പര്യങ്ങൾ ജോസഫ് ഗ്രൂപ്പിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എല്ലാ കാലത്തും. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ബാന്ധവമായിരുന്നു അതിൻ്റെ ലയനമെങ്കിലും അത് സത്യത്തിലൊരു കോൺഫെഡറേഷൻ പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാം. ഒരിക്കലും അതിന് സമ്പൂർണ്ണമായി ലയിക്കുക സാധ്യമായിട്ടില്ല. അതിനകത്ത് ജോസഫ് വിഭാഗമെന്നും മാണി വിഭാഗമെന്നുള്ള വിഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നു. പാർട്ടി സാങ്കേതികമായി മാത്രമാണ് ഒന്നിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. കാരണം മാണിയുടെ താല്പര്യങ്ങളും തീരുമാനങ്ങളുമാണ് എപ്പോഴും അതിനകത്ത് നടപ്പിലായിട്ടുള്ളത്. ഭരണതലത്തിലും പാർട്ടി കാര്യങ്ങളിലും മാണി ഒറ്റയ്ക്ക് നീങ്ങുന്നതിൽ കടുത്ത അതിർത്തിയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭരണത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ KM മാണിക്ക് ഏകപക്ഷീയമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. അതിനായിരുന്നു കൂടുതൽ പിന്തുണ. അതുമാത്രമേ നടക്കുകയുമുള്ളായിരുന്നു എന്ന പ്രശ്നമുണ്ട്. അത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുമുണ്ട് എന്നതാണല്ലോ. മറ്റൊന്ന് അതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം, ബാർക്കോഴ കേസിലടക്കം മറനീക്കി പുറത്തു വന്ന ഭിന്നത അതേപടി ഇപ്പോഴും തുടരുന്നു എന്നതാണ്. ബാർക്കോഴ കേസിൽ ജോസഫ് വലിയ വിവാദമുണ്ടാവുകയും മാണിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മാണി ആവട്ടെ ജോസഫിനെ കൂടി രാജിവെപ്പിക്കണമെന്ന വലിയ ആഗ്രഹം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും പക്ഷേ അത് സാധ്യമായില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് KM മാണിയും ജോസഫും തമ്മിലുള്ള ഭിന്നത അന്ന് മുതൽ തന്നെ തീക്ഷ്ണമാണ്. അതിപ്പോഴും അങ്ങനെ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന് കാലുവാരിയത്, കോട്ടയത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഉണ്ടായ വലിയ തർക്കം നമുക്കറിയാവുന്ന ഒന്നാണ്. കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചതിയായിരുന്നു, അങ്ങനെ നോക്കി രാഷ്ട്രീയ ചതിയായിരുന്നു മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് മാണിയും മാണി ഗ്രൂപ്പുകാരും ഏകപക്ഷീയമായി തീരുമാനിച്ചിട്ടുള്ള ഒന്നാണ്. ജോസഫ് വിഭാഗത്തിൻ്റെ കൂടി താല്പര്യങ്ങളെ ചേർത്ത് വെച്ച പാർട്ടിയുടെ പൊതുവായ ഒരു പരിപാടിയുടെ ഭാഗമായിരുന്നില്ല അത് എന്ന വികാരം ഇപ്പോഴും ജോസഫ് ഗ്രൂപ്പുകാർ പങ്കുവെക്കുന്ന ഒന്നാണ്. ആ പ്രശ്നത്തിന് പിന്നീട് ഒരു പശ്ചാത്തല വിവരം കൂടിയുണ്ട് ബിജോ. ഇപ്പോൾ അതിനകത്ത് ആ കാലുവാരൽ പ്രശ്നം കൊണ്ടാണ് സത്യത്തിൽ കോട്ടയം സീറ്റിനകത്ത് കോൺഗ്രസ് പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും മാണി ഗ്രൂപ്പിനുള്ളത് എന്നതുകൂടി ഓർക്കുക. ജോസ് കെ മാണിയുടെ കേരള യാത്ര ഒറ്റയ്ക്ക് തീരുമാനിച്ചതിലും ജോസഫ് ഗ്രൂപ്പിന് എതിർപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണി ഒരു കേരള യാത്ര നടത്തുന്നതിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ല, തീരുമാനം ഒറ്റയ്ക്കാണ് എടുത്തതെന്ന്. സത്യത്തിൽ ജോസഫാണത് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തതെങ്കിലും അതിൻ്റെ പരിപാടികളെക്കുറിച്ച് അതിൻ്റെ പദ്ധതികളെക്കുറിച്ച് കൂടിയാലോചന അതിനകത്തുണ്ടായില്ല എന്നതാണ്. ആ കൂടിയാലോചന ഉണ്ടാവാതിരിക്കാൻ ജോസഫ് കാണുന്ന ന്യായം എന്താണ് എന്ന് വെച്ചാൽ, ഈ കേരള യാത്രയ്ക്ക് ശേഷം മകനെ ചെയർമാനാക്കാൻ മാണി ആലോചിക്കുന്നു. അപ്പോൾ അത് അവരുടെ ഒരു മാണി ഗ്രൂപ്പിനകത്ത് നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് അവരെടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേരള യാത്രയോട് ജോസഫിന് ഇത്രയധികം വിപ്രതിപത്തി ഉണ്ടാവുകയും ചെയ്യുന്നത്. മകനെ
സുരക്ഷിതനാക്കിയ ശേഷം ലോക്സഭാ സീറ്റും എടുക്കാൻ ശ്രമിക്കരുത് എന്ന സന്ദേശമാണ് നൽകുന്നത്. അതായത് എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് വിഴുങ്ങരുത് എന്നാണ് ജോസഫ് പറയുന്നത്. കോട്ടയം സീറ്റിൽ നിങ്ങളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ്സുകാർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയിരിക്കുന്നു. അവിടെ കോൺഗ്രസ്സുകാർ കോട്ടയം സീറ്റിൽ വോട്ട് ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല. അവസരം കിട്ടിയാൽ മാണിയെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർ തന്നെയാകും മുൻപത്തെ ചതിയുടെ ഇരകളായ കോൺഗ്രസ്സുകാരുടെ ചിന്ത. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ മകനെ കോൺഗ്രസുമായി ഒരു വിലപേശൽ രാജ്യസഭയിൽ സുരക്ഷിതനായ MP ആക്കി മാറ്റി. എന്നിട്ട് പിന്നെയും ഈ കോട്ടയം ലോക്സഭാ സീറ്റ് കൂടി നിങ്ങൾ വേണമെന്ന് വാശി പിടിക്കരുത്, എല്ലാം നിങ്ങൾ ഒറ്റയ്ക്കെടുക്കരുത് എന്നതാണ് ജോസഫ് ഗ്രൂപ്പ് കൊടുക്കുന്ന, മാണിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം. മറ്റൊന്ന്, ഒന്നുകിൽ കോട്ടയം സീറ്റ് തരിക, അല്ലെങ്കിൽ ഇടുക്കി നേടിയെടുത്ത് തരിക എന്നാണ്. കോട്ടയം മാത്രമേ നമുക്ക് മത്സരിക്കാൻ കഴിയുമെങ്കിൽ കോട്ടയത്ത് ഞങ്ങൾ മത്സരിക്കാം, ജോസഫ് വിഭാഗം. അതല്ലെങ്കിൽ നിങ്ങളൊരു സമ്മർദ്ദം ചെലുത്തൂ, ആ സമ്മർദ്ദത്തിലൂടെ നമുക്ക് ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്തി 2 സീറ്റ് വാങ്ങാം, ഇടുക്കിയും കോട്ടയവും, അല്ലെങ്കിൽ കോട്ടയവും ചാലക്കുടിയും വാങ്ങാം, അല്ലെങ്കിൽ കോട്ടയവും തൃശ്ശൂരും വാങ്ങാം. അതിലൊരിടത്ത് ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയണം. അങ്ങനെ ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നതാണ് ജോസഫിൻ്റെ നിർദ്ദേശങ്ങളിൽ ഒന്ന്. ലയനത്തിൻ്റെ ഗുണം കിട്ടിയില്ല എന്ന പ്രസ്താവന ജോസഫിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ഞങ്ങൾക്ക് ലയനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് ജോസഫ് പറയുന്നത്. കാരണം ലയിച്ചു വന്നതിന് ശേഷം മാണിയുടെ തീരുമാനങ്ങൾ നടപ്പിലാകുന്നു, മാണിയുടെ ആളുകൾ മത്സരിക്കുന്നു, മാണിയുടെ ആളുകളെല്ലാം കൈയാളുന്നു എന്നതാണ് അതിനകത്ത് നടക്കുന്ന യാഥാർത്ഥ്യം. ലയനം കൊണ്ട് പ്രത്യേകിച്ച് അതിനുള്ള ആനുപാതികമായ വിഹിതം കിട്ടാത്തവരാണ് ഞങ്ങൾ എന്നാണ് ജോസഫ് വിഭാഗം പറയുന്ന കാര്യം. അപ്പോൾ അതിൽ അദ്ദേഹം കുറച്ചുകൂടെ കൃത്യമായ നിലപാട് കൈക്കൊള്ളുന്നുണ്ട്. ഗാന്ധി സ്റ്റഡി സെൻ്ററിൻ്റെ പേരിൽ ജോസഫ് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം മറ്റന്നാളാണെന്ന് തോന്നുന്നു. ഗാന്ധി സ്റ്റഡി സെൻ്ററിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിക്കാൻ പോകുന്നു. കേരള യാത്ര, ജോസ് കെ മാണി സംഘടിപ്പിക്കുന്ന കേരള മാർച്ച് എന്നോ മറ്റോ പേരുള്ള ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ പരിപാടിയുടെ ഇടയ്ക്കാണ് ഇപ്പോൾ ജോസഫ് വിഭാഗം ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത് എന്നത് കൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് റിഫ്റ്റ്, ഭിന്നത എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. പാർട്ടിക്ക് 2 സീറ്റ് വേണമെന്ന ആവശ്യവുമായി ഏറ്റവും മുന്നിലുള്ളതും ജോസഫാണ്. കാരണം ജോസഫിൻ്റെ ആവശ്യമാണ് ഇതിനകത്ത് ജോസഫിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നത്. അതുകൊണ്ടാണ് മാണിയോട് എല്ലാം ഒറ്റയ്ക്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ, മോനിസ് ജോസഫിനെ, അതിനകത്ത് മുഴുവൻ വന്നിട്ടില്ല, മോനിസ് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ താല്പര്യങ്ങളിലൊന്ന്. ജോസഫിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അടുത്ത അനുയായിയുമാണ്, കടുത്തുരുത്തി MLA മോനിസ് ജോസഫ്. മോനിസ് ജോസഫ് MP ആകാൻ മത്സരിക്കണമെന്നാണ് ജോസഫിന് ഇഷ്ടം. പക്ഷേ മോനിസ് ജോസഫിനെ പോലെ ജോസഫിൻ്റെ ഒരു റൈറ്റ് ഹാൻഡായ ഒരാൾ ജയിച്ചു വന്നാൽ അത് അവരുടെ അവകാശവാദങ്ങൾ ഇരട്ടിയാക്കും, അവരുടെ ബലം ഇരട്ടിയാക്കും എന്നതുകൊണ്ട് തന്നെ മോനിസ് ജോസഫ് മത്സരിക്കുന്നതോട് മാണിക്ക് അതിർത്തിയുണ്ട് താനും. അതാണ് അതിനകത്ത് നിൽക്കുന്ന ഒരു പ്രശ്നം. മോനിസ് ജയിച്ചു വന്നാൽ പാർട്ടിയിൽ ജോസഫ് വിഭാഗത്തിന് കരുത്തു കൂടുമെന്ന പ്രശ്നം അവരെ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അത് വേണ്ട, മോനിസ് വരുന്നത് തടയണം എന്ന നിലപാടെടുക്കുന്നത്. മാണി ഇതിനകത്ത് എന്തൊക്കെ പ്രതിരോധ തന്ത്രങ്ങൾ സ്വീകരിക്കുമെന്ന് നോക്കണം. ജോസഫ് ഇറങ്ങുന്നതിന് മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ മാണി ശ്രമിച്ചേക്കും. 2 സീറ്റ് എന്നത് ഒരു നിലയ്ക്കും നടക്കില്ലാത്ത ഒരു കാര്യമാണെന്ന് പരിപൂർണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോട്ടയം സീറ്റിൽ താൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതായിരിക്കും മാണി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അങ്ങനെ മാണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കൊല്ലത്ത് NK പ്രേമേന്ദ്രനെ A അസീസ് RSPയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ വേറെ ക്ലെയിമൊന്നും സാധ്യമല്ലല്ലോ മുന്നണിക്കകത്ത്. ആ ഒരു സ്ട്രാറ്റജി മാണി എടുത്തേക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ ഒറ്റ സീറ്റിൽ മാണി ഒരു സ്ഥാനാർത്ഥിയെ, ഒരുപക്ഷെ കത്തോലിക്ക സഭയ്ക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള അവരുടെയൊക്കെ താല്പര്യങ്ങളെ മുൻനിർത്തി എന്നാൽ തൻ്റെ വരുതിയിൽ നിൽക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക എന്ന തന്ത്രപരമായ മൂവ് ഒരുപക്ഷെ മാണി എടുക്കാൻ ഇടയുണ്ട് എന്നതാണ്. അപ്പോൾ അത് ജോസഫ് ശ്രദ്ധിക്കേണ്ടി വരുമെന്നാണ്. കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങളെ തടയാനും ഈ നീക്കം പ്രയോജനപ്പെടുമെന്നാണ്. കോൺഗ്രസ്സുകാർക്ക് കോട്ടയത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ തന്നെ ഉമ്മൻചാണ്ടി അവിടെ ഒന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹം കോട്ടയത്തെ കോൺഗ്രസ്സുകാർക്ക് വളരെ വളരെ സജീവമായുള്ളതാണ്. അപ്പോൾ ആ അവകാശവാദത്തിൻ്റെ മുനയെ പിടിക്കാനും ആദ്യം തന്നെ KM മാണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വഴി കഴിയും. ഒരുപക്ഷെ മാണി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തേക്കും എന്ന് അവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പറയുന്നു. അപ്പോൾ അതിനകത്ത് തോമസ് ചാഴികാടനോ സ്റ്റീഫൻ ജോർജിനെയോ അല്ലെങ്കിൽ പ്രിൻസ് ലൂക്കോസിനെ പോലെയുള്ള ആളുകളെ മത്സരിപ്പിച്ചേക്കും. തോമസ് ചാഴികാടനും സ്റ്റീഫൻ ജോർജിനെ പോലുള്ള ആളുകൾക്ക് സാധ്യതയുണ്ട്. പ്രിൻസ് ലൂക്കോസ് മുൻ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം ജോസ് കെ മാണിയുടെ വളരെ വിശ്വസ്തനായ ഒരു യുവ നേതാവ് കൂടിയാണ്. ജോസ് കെ മാണിയാണ് ഇനി ചെയർമാൻ ആകാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോസ് കെ മാണിയുടെ വിശ്വസ്തനായ ഒരാൾക്ക് കോട്ടയത്ത് മത്സരിച്ച് ജയിച്ചാൽ അത് വലിയ നേട്ടമാകും. പക്ഷേ അതിനകത്ത് എതിർപ്രചാരണങ്ങളെ നേരിടാൻ എത്രത്തോളം കഴിവുള്ളവരാണ് ഈ സ്ഥാനാർത്ഥികളെന്നറിയില്ല. പക്ഷേ ഇവരൊക്കെ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട് എന്നാണ്. ഇപ്പം നിഷേ ജോസ് കെ മാണി എന്ന ജോസ് കെ മാണിയുടെ ഭാര്യ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അത് പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ അവരുടെ പേരിൽ പക്ഷേ അവിടെ പ്രാധാന്യത്തോടെ പരിഗണിക്കുകയും ചെയ്തേനെ. അപ്പോൾ ഇതാണ് കേരള കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് നമ്മൾ പൊതുവായി മനസ്സിലാക്കുക.
നേരത്തെ പറഞ്ഞല്ലോ ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അതിർത്തിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലേലം കൊണ്ട് നേട്ടമൊന്നും ഉണ്ടായില്ല എന്ന് ജോസഫ് പറഞ്ഞത്. അതിന് മാണി നല്ല ഭാഷയിൽ തന്നെ മറുപടി പറയുകയും ചെയ്തു. മാണി അതിനു മുൻപ് ഈ ലേലത്തെക്കുറിച്ചും ലേലം കൊണ്ടായ നേട്ടത്തെക്കുറിച്ചും ജോസഫിന്റെ പ്രസ്താവനയോട് മാണി എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് കേൾക്കാം. എന്തെന്ത് കുഴപ്പമൊന്നേ, കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട്. അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ വേണം. അത് പ്രിഫറൻസ് ഉണ്ട്. ഇടുക്കി തന്നോട്ടെ, ഇടുക്കി വേണം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി തരട്ടെ, അല്ലെ തൃശ്ശൂർ തരട്ടെ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും തരട്ടെ, ഒരു കുഴപ്പമില്ല. നല്ല ജയിക്കുന്ന സീറ്റായിരിക്കണം. ചുമ്മാ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. കോട്ടയം വിട്ടുകൊടുക്കാനില്ല. അതിനെ വിട്ടുകൊടുക്കുന്ന കോട്ടയം കേരള കോൺഗ്രസിനുള്ളതാണെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. 3 സീറ്റ് ഉണ്ടായിരുന്നൊരു പാർട്ടിയാണല്ലോ. അപ്പോൾ 2 സീറ്റ് ചോദിക്കുന്നൊരു അപാകതയൊന്നുമില്ല. ഞങ്ങൾക്ക് 2 സീറ്റ് വേണം. ഓക്കെ, 2 സീറ്റ് വേണം. 2 സീറ്റ് ചോദിക്കുന്നതിൽ അപാകത ഇല്ല എന്നാണ് മാണി പറയുന്നത്. മാണി എത്രത്തോളം ആത്മാർത്ഥതയോടെ അത് പറയുന്നു എന്നത് ആ പാർട്ടിക്കാർക്ക് മാത്രമേ അറിയൂ. ടോബി ജോൺസൺ, ഞങ്ങളുടെ റിപ്പോർട്ടർ, കോട്ടയത്ത് നിന്ന് കേരള കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് പറയും. ഇനി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അത് കേൾക്കാം. ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ ആദ്യ വെടിപൊട്ടിച്ചത് പി ജെ ജോസഫിൻ്റെ ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് 2 സീറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ലയനത്തിന് ശേഷം കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തൻ്റെ ഗ്രൂപ്പുകാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാമർശം നടത്തി. അതാണ് വീണ്ടും ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ആദ്യം കെ എം മാണി ഇതിന് മറുപടി പറയാൻ തയ്യാറായി. പി ജെ ജോസഫിന് മാത്രമല്ല തനിക്കും കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ലയനത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ ലയനം 100% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസിനുള്ളിലെ നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 സീറ്റ് വേണമെന്നുള്ളതാണ്. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നിലവിൽ കോട്ടയം സീറ്റും മാത്രമാണ് ഉറപ്പിച്ച് UDF പറയുന്നത്. കോട്ടയം സീറ്റ് മാത്രമാണ് കേരള കോൺഗ്രസിൻ്റെതാണ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു സീറ്റ് കേരള കോൺഗ്രസ് നൽകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചകളും നടക്കുന്നില്ല. ഈ കോട്ടയം സീറ്റ് ആർക്ക് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതായത് ജോസഫിനാണോ അതോ മാണി ഗ്രൂപ്പിൻ്റെ ആർക്കെങ്കിലുമാണോ എന്നുള്ളതാണ്. ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് കയറി വരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകി. ഇത്തരത്തിൽ മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ മാണിയുമായി അടുത്ത് നിൽക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പി ജെ ജോസഫ് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിമർശം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് വേണമെന്നുള്ളൊരു നിലപാടാണ് പി ജെ ജോസഫിന് ഇപ്പോൾ ഉള്ളത്. ഈ പാർട്ടി പിളരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 2 സീറ്റ് എന്നുള്ള ആവശ്യം ജോസ് കെ മാണിയും കെ എം മാണിയും ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് ലഭിക്കില്ല എന്നുള്ള ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കാര്യം ഇവർക്കെല്ലാം തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുന്നത്. എന്തായാലും പി ജെ ജോസഫ് പറഞ്ഞിട്ടുണ്ട് 2 സീറ്റ് വേണം. അത് കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി, ഈ ജില്ലകളിൽ ഏതെങ്കിലും വിജയസാധ്യതയുള്ള ജില്ലകൾ ഏതെങ്കിലും വേണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 1 സീറ്റ് ലഭിച്ചാൽ അത് വലിയ വെല്ലുവിളി തന്നെയാകും. ആ 1 സീറ്റ് ആർക്ക് എന്നുള്ളതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റു നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പി ജെ ജോസഫിനുള്ളത്. എന്നാൽ അണികളെ ഒപ്പം നിർത്തി ജോസ് കെ മാണി ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയർന്നു വരുമ്പോൾ അവരെ കൂട്ടം നിർത്തി ഇതൊരു കുടുംബ സ്വത്തല്ല ഈ കേരള കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് കെ എം മാണി ശ്രമിക്കുന്നത്. അതായത് തൻ്റെ പാർട്ടിയിലുള്ള പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുമുണ്ട്. ഇപ്പോൾ സ്റ്റീഫൻ ജോർജിനെ പോലെയുള്ളവർ, ചാഴിക്കാടനെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. ഇവർക്കാർക്കെങ്കിലും ഈ കോട്ടയം സീറ്റ് നൽകി അതിൽ ഒരു വിജയം നേടിയെടുത്ത് അണികളെ, അതായത് ചെയർമാനായി ജോസ് കെ മാണി വരുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ നൽകാൻ വേണ്ടി ഇവരെ കൂടെ നിർത്താൻ വേണ്ടിയാണ് ഈ സീറ്റ് നൽകാൻ മാണി ശ്രമിക്കുന്നത്. എന്നാൽ ജോസഫിൻ്റെ വാദം ഇതാണ്, രാജ്യസഭാ സീറ്റ് അവർക്ക് നൽകി, അതുപോലെ തന്നെ മറ്റു നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണം. അത് ഇടുക്കി ലഭിച്ചാൽ അവിടെ പി ജെ ജോസഫ് മത്സരിക്കും എന്നുള്ള ചില സൂചനകളുമുണ്ട്. അങ്ങനെയാണ് 2 സീറ്റ് എന്നുള്ള പോലെ കേരള കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള പോരാട്ടത്തിന്റെ മുഖം തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. ജോസഫ് വിഭാഗത്തിന് ഇത്തവണ മാണിയോട് അയഞ്ഞു പോവുക സാധ്യമാണോ എന്നും അറിയില്ല. കാരണം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില നേതാക്കളുമായി ജോസഫ് വിഭാഗത്തിലെ ചിലർ ചർച്ച നടത്തി കഴിഞ്ഞു ടെലിഫോണിലെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ആന്റണി രാജുവിൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും നേതൃത്വത്തിലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് ഇതിനകം തന്നെ വെൽക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് സാർ വരുന്നുവെങ്കിൽ അണിചേരാൻ ഒരുമിച്ച് ചേർന്ന് പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു പ്രശ്നവുമില്ല എന്ന്. അപ്പോൾ ജോസഫിൻ്റെ മുൻപിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാതിൽ പതിയെ തുറന്നു വരികയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് ഈ വിഷയത്തെ ഈസിയായി ടാക്കിൾ ചെയ്യാൻ, വളരെ എളുപ്പത്തിൽ മറികടക്കാൻ കെ എം മാണിക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഇത്തവണയും ജോസഫ് വിഭാഗം വഴങ്ങി നിൽക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വാതിൽക്കലായതുകൊണ്ട് പലവിധത്തിലുള്ള ഓപ്ഷൻസ് ഗ്രൂപ്പുകൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ വെറുതെ പരിഹരിക്കുക എളുപ്പമായിരിക്കില്ല എന്നാണ്. നമുക്ക് നോക്കാം. ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന ഒരാൾ കൂടിയാണ്. ജേക്കബ് ജോർജ്, ഇതിനകത്തുണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങളുടെ അന്തിമമായ ഫലം എന്തായിരിക്കും? അതിനകത്ത് ജോസഫ് ഗ്രൂപ്പിന് വിജയസാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന്? കേരള കോൺഗ്രസിലെ ഈ പിളർപ്പൊന്നും ഒരു വിഷയമല്ല. കാരണം അത് പിളർപ്പിൽ കൂടെ തന്നെയാണ് കേരള കോൺഗ്രസ് വളർന്നിട്ടുള്ളത്. വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് അതിൻ്റെ ആചാര്യൻ കെ എം മാണി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ ശക്തമായി. അതൊരു വലിയ കേരള രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ ഇപ്പോൾ പി ജെ ജോസഫ് വളരെ ശക്തമായ ഒരു നിലപാടിലേക്ക് കടക്കുകയാണ്. ഒരു സീറ്റും കൂടെ വേണം എന്നുള്ളതാണ് പി ജെയുടെ വാദം. ഒരു സീറ്റും കൂടെ വേണം എന്ന് പറഞ്ഞാൽ അത് ജോസഫ് ഗ്രൂപ്പിന് കിട്ടണം. ജോസഫ് ഗ്രൂപ്പിന് അതുകൊണ്ട് തന്നെ കെ എം മാണി രണ്ടാമതൊരു സീറ്റും കൂടെ കേരള കോൺഗ്രസ്സിന് വേണം എന്ന വാദം ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് രണ്ടാമതൊരു സീറ്റും കൂടി ആവശ്യപ്പെട്ടിരുന്നതാണ്. അന്നത്തെ ആവശ്യം ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയായിരുന്നു, പി ജെ ജോസഫിൻ്റെ അടുത്ത അനുയായി. പക്ഷേ മാണി ഗ്രൂപ്പ് അത് കേട്ട ഭാവം നടിച്ചില്ല. മാണി ഗ്രൂപ്പുകാരെ രണ്ടാമതൊരു സീറ്റിന് സമ്മർദ്ദം ചെലുത്തിയില്ല. കോൺഗ്രസ് അതിനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് വീണതുമില്ല. കാരണം ഫ്രാൻസിസ് ജോർജിനെ ലോക്സഭയിലേക്ക് കൊണ്ടുപോകാൻ മാണി ഗ്രൂപ്പിനോ പ്രത്യേകിച്ച് ജോസ് കെ മാണിക്കോ ഒരു താല്പര്യവുമില്ലായിരുന്നു. അതാണ് പി ജെ ഇപ്പോൾ വീണ്ടും എടുത്തിരിക്കുന്നത്. പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ പലതും സംഭവിച്ചു. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവുമൊക്കെ മുന്നണി വിട്ട്, കോൺഗ്രസ് വിട്ട്, കേരള കോൺഗ്രസ് വിട്ട് സ്വന്തം ഒരു പാർട്ടി ഉണ്ടാക്കി, ജനാധിപത്യ കേരള കോൺഗ്രസ്. അത് അവർ LDFിൽ ചേർന്നു. ഇപ്പോഴിതാ അവർ LDFിൻ്റെ ഒരു ഘടകകക്ഷിയാകുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ പി ജെ ജോസഫ് എങ്ങോട്ട് എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കിട്ടുന്ന സൂചനകൾ, പി ജെ ജോസഫിൻ്റെ ശരീരഭാഷ, ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ഒന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പി ജെ ജോസഫ് ഇനി മാണിയുടെ കൂടാരത്തിൽ തുടരുകയില്ല എന്നത് തന്നെയാണ്. പി ജെക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പ്രൗഢിയും പ്രതാപവും പ്രൊഫൈലും ഒക്കെയുണ്ട്. നേരത്തെ പി ജെ ജോസഫ് UDFിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരുന്നു, ഇടതുപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുണ്ട്. ഇടതുപക്ഷത്തും UDFിലും ഒക്കെ മന്ത്രിയും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ് പി ജെ ജോസഫ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്നിട്ടുണ്ട്. അപ്പോൾ പി ജെ ജോസഫിന് ഒന്നൊരു പ്രശ്നമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം രണ്ടാമതൊരു സീറ്റാണ്, ചാലക്കുടി അല്ലെങ്കിൽ ഇടുക്കി. ഉമ്മൻചാണ്ടിക്ക് ഇടുക്കി ഉണ്ടെങ്കിൽ മാത്രം പി ജെ ജോസഫ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഇടുക്കി അങ്ങ് വിട്ടുകൊടുത്തേക്ക്, എന്നാലും ചാലക്കുടി കിട്ടണം. അതെവിടെയാണെങ്കിലും കാര്യമൊക്കെ ആണെങ്കിലും പി ജെ ജോസഫിൻ്റെ പോര് എന്താണ് എന്ന് ചോദിച്ചാൽ, പി ജെ ജോസഫിൻ്റെ പോര് കെ എം മാണിക്കെതിരെയാണ്. കെ എം മാണി ജോസ് കെ മാണിയെ കേരള കോൺഗ്രസിലെ ചെയർമാനാക്കാൻ നോക്കുന്നു, തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നതൊക്കെയാണ് പി ജെയുടെ പരാതി. ആ പരാതിക്കെതിരെയുള്ള ഒരു യുദ്ധ മുറി തുറക്കുകയാണ് പി ജെ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ശ്രീ ജേക്കബ് ജോർജ് നടത്തുന്ന. അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇത് ഇനി ഏറെക്കാലം മാണിയുടെ കൂടാരത്തിൽ നിൽക്കാൻ കഴിയില്ല ജോസഫ് ഗ്രൂപ്പിനെന്നാണ്. അദ്ദേഹം വ്യക്തിപരമായി അങ്ങനെ ഒരു പ്രൊഫൈലുള്ള പ്രഭാവമുള്ള നേതാവാണ്. അദ്ദേഹം മാണിയുടെ നിഴലിൽ ഒതുങ്ങിയിരിക്കുന്നു, മാണിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ക്ഷമിക്കേണ്ടി വന്നു, ഇത്തവണ ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇടതുപക്ഷത്തെ വാതിലുകൾ പതിയെ തുറന്നു വരുന്ന സാഹചര്യം കൂടി ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് പോകുന്നു. ആ പിളർപ്പിനെ പരിഹരിക്കാൻ കോൺഗ്രസ് എന്തുമാത്രം സജീവമായും അവസരയുക്തമായും ഇടപെടുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടുന്ന കാര്യം. മുസ്ലിം ലീഗിനകത്തും സമാനമായ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാതെ വയ്യ. മുസ്ലിം ലീഗിന് 2 സീറ്റുകളിലാണ് അവർ മത്സരിച്ചു വരുന്നത്, മലപ്പുറത്തും പൊന്നാനിയിലും. അധികമായ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടണമെന്ന ആവശ്യം ആ പാർട്ടിക്കകത്ത് വളരെയധികം ശക്തമാണ്. പല നേതാക്കളും ഇപ്പം നമുക്ക് നോക്കിയാൽ യൂത്ത് ലീഗ് ഞങ്ങൾക്കത് അർഹതയുണ്ട് എന്ന് പറയുന്നു, വനിതാ ലീഗ് ഞങ്ങൾക്കതിന് അർഹതയുണ്ട് എന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു, പല നേതാക്കളും പറയുന്നു. പക്ഷേ ഔദ്യോഗികമായി മുസ്ലിം ലീഗ് നേതൃത്വം ഇനിയും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നതാണ്. ലീഗ് ആവശ്യം ഉന്നയിക്കില്ല
എന്നതാണ് അതിനകത്ത് തന്നെയുള്ള നേതൃത്വത്തിൻ്റെ വിമർശകരുടെ പ്രധാനപ്പെട്ട വാദം. കാരണം കോൺഗ്രസിന് വഴങ്ങി തിരിച്ചു വരും, സ്വന്തം ശക്തിക്കനുസരിച്ചുള്ള സീറ്റ് ആവശ്യപ്പെടാൻ ലീഗ് തയ്യാറാവില്ല, കോംപ്രമൈസിംഗ് മൂഡിലാണ് അതിൻ്റെ നേതൃത്വം എന്നതാണ്. ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കെ എം മാണി നേരത്തെ വന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്, ഞങ്ങൾ 2 സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് മാണി പറഞ്ഞു. ഈ കുഞ്ഞാലിക്കുട്ടി എന്താണ് പുറത്തു വന്ന ശേഷം പറയുന്നത് നമുക്ക് കേൾക്കാം. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളാണ് കാര്യമായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതില്ല, അത് കേരളത്തിലാണ് സംസാരിക്കേണ്ടത്. ശ്രദ്ധയിൽപ്പെടുത്തി ഓരോ പാർട്ടിയും അതാതിന്റെ ക്ലെയിമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞോ? അല്ല, അതൊക്കെ എല്ലാവരും പറയല്ലോ, സ്വാഭാവികല്ലേ പറയല്ലോ. പക്ഷെ അതൊക്കെ കേരളത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അതിനിപ്പോ UDF അടുത്ത് തന്നെ കൂടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലെയിം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ക്ലെയിം ഞങ്ങൾ പറഞ്ഞു എന്ന ഉത്തരം കുഞ്ഞാലിക്കുട്ടിക്കില്ല. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്നറിയില്ല. കെ എം മാണി ചോദിച്ചു, ജോസഫ് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിച്ചോ എന്ന ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിക്ക് ഉത്തരമില്ല. ആ ഉത്തരമില്ലായ്മ കുറച്ചുകൂടി വ്യക്തമാകുമ്പോൾ രാവിലെ KPA മജീദ് ഇവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രതികരണം കണ്ടാൽ അത് കാണാം. മുസ്ലിം ലീഗ് പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചോദിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനം വല്ല വൈകാതെ UDFന്റെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പായി നമ്മൾ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി വൈകാതെ തീരുമാനം. ചോദിക്കാം എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം 3ാമതൊരു സീറ്റ് ചോദിക്കാൻ നിലവിൽ ആഗ്രഹിക്കുന്നില്ല, അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും അവരുടെ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, കൊല്ലത്ത് NK പ്രേമേന്ദ്രനെ സ്ഥാനാർത്ഥിയായി RSP പ്രഖ്യാപിച്ചു. കെ എം മാണിയും ജോസഫും ഒക്കെ അവരുടെ 2ാം സീറ്റ് ആവശ്യത്തെക്കുറിച്ച് പറയുന്നു. മറ്റ് പ്രധാനപ്പെട്ട കക്ഷികൾ പലരും അവരുടെ സീറ്റ് ഞങ്ങളുടെ തന്നെയാണ്, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഉന്നയിക്കുമ്പോഴും മുസ്ലിം ലീഗ് ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് വേണമെന്ന ആവശ്യം അതിനകത്ത് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിക്കകത്ത്. നമുക്ക് മുസ്ലിം ലീഗിനകത്തെ സാഹചര്യം നേരത്തെ നോക്കിയതുപോലെ നോക്കി വരാം വേഗത്തിൽ. ഇതെടുത്താൽ 3ാം സീറ്റ് ചോദിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. 3ാമതൊരു സീറ്റ് കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മുസ്ലിം ലീഗിനുള്ളിൽ ഏറെയുണ്ട് എന്നതാണ്. യുവാക്കളായ അണികൾ ഭൂരിപക്ഷം പേരും ആ 3ാം സീറ്റിന് നമുക്ക് അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്നു. വനിതാ ലീഗും യൂത്ത് ലീഗും അടക്കം ആ കാര്യം നിലപാട് പരസ്യമാക്കി രംഗത്ത് വരികയും ചെയ്തു. 3-3-ലധികമോ സീറ്റിന് മുസ്ലിം ലീഗിന് ഇവിടെ അർഹതയുണ്ട് എന്ന്. അപ്പോൾ അത് പരസ്യമാക്കപ്പെട്ടിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന നേതൃത്വവും പക്ഷേ അവരുടെ നിലപാട് വൈകിക്കുന്നു എന്നതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അങ്ങനെ നിലപാട് വൈകിക്കുന്നത് നമ്മളിപ്പോൾ അവരുടെ പ്രതികരണങ്ങളിലും കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ലീഗ് അണികളും അനുഭാവികളും ഇപ്പോൾ തന്നെ 4 സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചുള്ള പ്രചരണം തുടങ്ങുന്നു. പ്രത്യേക പേജൊക്കെ തുടങ്ങി അവരുടെ പ്രചരണം നടക്കുകയുമാണ് ഇത്ര സീറ്റ് വേണം എന്ന ആവശ്യവുമായി. അർഹമായ സീറ്റ് ചോദിച്ചു വാങ്ങാൻ നേതൃത്വത്തിന് കഴിവില്ല എന്ന അഭിപ്രായവും ആരോപണവും ആക്ഷേപവും ലീഗ് അണികളും ലീഗ് അനുഭാവികളുമായ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട് എന്നതുകൂടി കാണണം. കാരണം നമുക്കതിൽ കൂടുതൽ സീറ്റ് അർഹതയുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ ആഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുകയാണ് എന്നതാണ് ലീഗ് അണികളുടെ പ്രധാനപ്പെട്ട വിമർശനം. അപ്പോൾ അത് ഒരു പ്രശ്നമായിരിക്കണം ഇത്തവണ ലീഗ് നേതൃത്വം നേരിടാൻ പോകുന്ന പ്രശ്നം എന്നുകൂടി മനസ്സിലാക്കണം. വയനാട് വേണം എന്ന ആഗ്രഹമുള്ളവർ അതിനകത്തുണ്ട്. കാരണം നമുക്കാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ നിർണായക സ്വാധീനമുള്ള വയനാട് കിട്ടണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ട്. അതേസമയം കാസർഗോഡോ വയനാടോ കിട്ടിയാൽ മതി എന്ന അഭിപ്രായമുള്ളവരുണ്ട്. കാസർഗോഡ് നോക്കി ജയസാധ്യതയുണ്ട്. കാരണം അവിടെ കഴിഞ്ഞ തവണ സിദ്ദീഖ് മത്സരിച്ച് വലിയ മാർജിൻ തീരെ കുറച്ചുകൊണ്ട് വന്നതാണ്. അവിടെ ലീഗിനൊരു ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ലീഗുകാരുണ്ട്. അപ്പോൾ അധിക സീറ്റ് കിട്ടിയാൽ അതിനകത്ത് മത്സരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. കിട്ടുന്ന അധിക സീറ്റിൽ ആര് മത്സരിക്കണമെന്ന ചർച്ച പോലും ഒരു വശത്ത് അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സീറ്റ് ചോദിക്കണമല്ലോ, അത് തന്നെയാണ് അതിനകത്തെ ഒരു പ്രശ്നവും. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കോൺഗ്രസ് ഇവിടെ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. കാരണം എല്ലായിടത്തും കോൺഗ്രസ് ഒരുതരം വിവിധ പ്രാദേശിക പാർട്ടികളോട് അനുഭാവത്തോടെ പ്രതികരിക്കുകയും വിവിധ പ്രാദേശിക പാർട്ടികളോട് അനുനയത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സമീപനം സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങളാണ് മേജർ പാർട്ടി, അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ മത്സരിക്കും, പറയുന്നത് നിങ്ങൾ അനുസരിച്ചോണം എന്ന സമീപനം എല്ലായിടത്തും കോൺഗ്രസ് എടുക്കുന്നില്ല. അതിവിടെ ആ നയം ഇവിടെ ഗുണപ്പെടുമെന്ന് വിചാരിക്കുന്നവർ മുസ്ലിം ലീഗിനകത്തുണ്ട്. പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുന്ന പോലെ പറയുകയാണ്, ചോദിക്കണമല്ലോ സീറ്റ്. അപ്പോൾ അധിക സീറ്റ് കൊടുക്കാനാകില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കോൺഗ്രസിന് അവർക്കൊരു ഇനിയൊരു സീറ്റ് അധികം കൊടുക്കുക, 2-ൽ കൂടുതൽ കൊടുക്കുക എന്നൊരു ഉദ്ദേശമേ ഇല്ല എന്ന് വ്യക്തമാക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അധിക സീറ്റ് കൊടുക്കുക പ്രായോഗികമായ ഒരു കാര്യമല്ല എന്ന്. കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ സീറ്റ് നില അതേപടി തുടരാനേ കഴിയൂ, ഇത്തവണ അത് മാറ്റാൻ കഴിയുന്ന സാഹചര്യമൊന്നും ഇവിടെയില്ല എന്ന് കോൺഗ്രസിനകത്ത് അവരുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള കെ സുധാകരൻ
വ്യക്തമാക്കിയിട്ടുണ്ട്. മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ അധിക സീറ്റ് ചർച്ചയിൽ കടുത്ത അതിർത്തിയുണ്ട്. ലീഗിന് ഇനി അധികം സീറ്റ് കൊടുക്കാൻ കഴിയില്ല. അല്ലെ തന്നെ ലീഗിൻ്റെ അപ്രമാദിത്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് മലബാറിലെ കോൺഗ്രസ്സുകാർ അവർക്ക് ഇനി ഒരു ലോക്സഭാ സീറ്റ് കൂടി ലീഗിന് മലബാറിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വയ്യ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു അതിർത്തിയായി അതിനകത്തുണ്ട്. അപ്പോൾ കോൺഗ്രസ് അയയാൻ പോകുന്നില്ല എന്ന പ്രശ്നവുമുണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ പതിവ് നാടകമായി അത് മാറുമോ എന്നതാണ് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് സമയത്ത് 3 സീറ്റ് ചോദിച്ച് ഒടുവിൽ പിന്മാറുന്ന ഒരു പതിവ് കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ തവണയും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു, പക്ഷേ അത് പിന്മാറും. അതൊരു സമവായ ചർച്ച നടത്തിയെന്നോ മറ്റോ പറഞ്ഞ് അതിനകത്ത് ഒരു ഞങ്ങളൊരു സമവായത്തിലെത്തിയ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പിൻവാങ്ങാവുന്നതാണ്. അപ്പോൾ അത്തരമൊരു പേരിനൊരു ചർച്ച ഒരുപക്ഷെ ഇത്തവണയും ഉണ്ടായേക്കും. കാരണം ആഭ്യന്തരമായ സമ്മർദ്ദം അവർക്ക് വളരെ കൂടുതലാണ്. അതുതന്നെ ആവർത്തിക്കപ്പെടുമോ എന്നാണ്. രാജ്യസഭാ സീറ്റ് പോലുള്ള മറ്റേതെങ്കിലും ഒരു ആവശ്യങ്ങളിലേക്ക് ചുവട് മാറ്റി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാനൊരു സാധ്യതയും വേണമെങ്കിൽ അവർക്ക് തേടുകയും ചെയ്യാവുന്നതാണ്. KR സാജു കോഴിക്കോട് നിന്ന് എന്താണ് മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നത്, അത് എത്രത്തോളം ഒരു നേതൃത്വത്തിന് മേൽ സമ്മർദ്ദമായി മാറുമെന്നതിനെക്കുറിച്ച് പറയും, അത് കേൾക്കാം. നിഷാദ്, ഏറ്റവും രസകരമായ വസ്തുത എന്തെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ അണികളും അതുപോലെ തന്നെ പോഷക സംഘടനാ നേതാക്കളുമൊക്കെ ഒരേപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമതൊരു സീറ്റിനു കൂടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവകാശവാദം ഉന്നയിക്കണം. അവകാശവാദം ഉന്നയിച്ചാൽ മാത്രം പോരാ, അത് നേടിയെടുക്കുകയും മത്സരിക്കുകയും ചെയ്യണമെന്ന ആണ് മുസ്ലിം ലീഗ് അണികളുടെയും അതുപോലെ തന്നെ പോഷക സംഘടനാ നേതാക്കളുടെയും ഒക്കെ പൊതുവികാരം. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു തുടങ്ങിയിരുന്നു. പാണക്കാട് കുടുംബത്തിലെ ഇളമുറക്കാരൻ മുതൽ യൂത്ത് ലീഗും വനിതാ ലീഗും ഒക്കെ കൂടുതൽ സീറ്റിന് അവകാശമുണ്ട്, അത് വാങ്ങിക്കണം എന്ന നിലപാട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ എടുക്കുന്ന നിലപാടാണ് അണികളെ കൂടി ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ആക്കുന്നത്. അവർ ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾ അങ്ങനെ ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നു എന്ന് ആർജവത്തോടുകൂടി തുറന്നു പറയുന്നില്ല. ഇതാണ് അണികളടക്കമുള്ളവരെ ഒരാശയക്കുഴപ്പത്തിലും ആശങ്കയിലുമൊക്കെ ആകുന്നത്. ഇത്തവണയും സീറ്റ് ചോദിക്കാതിരിക്കാനാണോ ലീഗ് നേതൃത്വം പോകുന്നതെന്നുള്ള ആശങ്കകൾ പാർട്ടിക്കുള്ളിൽ താഴെത്തട്ടിൽ വളരെ ശക്തവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നേതാക്കളോട് ആവർത്തിച്ച് ഏതാണ്ട് എല്ലാ ദിവസവും മാധ്യമപ്രവർത്തകരെ നേതാക്കളെ കാണുന്നു, ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അപ്പോഴെല്ലാം പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇന്നത്തേക്കെത്തുമ്പോൾ ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് പറയുന്നു, ലീഗ് എല്ലാ പാർട്ടികളെയും പോലെയല്ല, ഞങ്ങൾക്ക് ഏത് സമയത്ത് ചോദിക്കണം എന്ന് അറിയാമെന്ന്. അപ്പോഴേക്കും അണികൾക്കിടയിൽ ചോദിക്കാൻ പോകുന്നു എന്ന വികാരം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായ നിലപാട് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം എടുക്കുന്നില്ല എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകരിലടക്കം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിദാനം ചെയ്യുന്ന ഭൂമികയുടെ ഏറ്റവും ശക്തരായ വക്താക്കളായി അവർക്ക് പാർലമെൻറ്റിൽ നിലകൊള്ളണമെങ്കിൽ 2 സീറ്റ് എന്ന പതിവ് രീതികൾ പോരാ, അതിനപ്പുറത്തേക്ക് പോകണം എന്നറിയാം. പക്ഷേ അത് ചോദിച്ച് നേടിയെടുക്കാനുള്ള ശേഷി നേതൃത്വം കാണിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഘടകങ്ങളടക്കം പാലക്കാട് ജില്ലയിലെ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു, പാലക്കാട് സീറ്റിനായി അവകാശവാദം ഉന്നയിക്കണമെന്ന്. പാണക്കാട് കുടുംബത്തിലെ ഇളമുറക്കാരനായ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ മൊയ്ൻ അലി തങ്ങൾ വയനാട് എന്ന പേര് കൂടി എടുത്തു പറഞ്ഞ് അങ്ങനെ വയനാടിനെ കൂടി മുസ്ലിം ലീഗിന് അവകാശവാദം ഉന്നയിക്കാവുന്ന എന്ന ചിത്രത്തിലേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോഴൊക്കെ എടുക്കുന്ന മുതിർന്ന നേതാക്കൾ എടുക്കുന്ന ഒരു അഴകുഴമ്പൻ സമീപനം അത് എത്ര നാൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ അണികൾക്കിടയിൽ അഴകുഴമ്പൻ സമീപനം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകും? ഇത്തവണ കടുത്ത സമ്മർദ്ദമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് ഗൗരവമായി ആവശ്യം മുന്നണി നേതൃത്വത്തിന് മുൻപിലേക്ക് വെക്കാൻ ഈ ലീഗ് നേതൃത്വം തയ്യാറാകുമോ എന്നാണ്. CNP ചെക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇത്തവണ ലീഗ് കർശനമായ ഒരു നിർദ്ദേശം അക്കാര്യത്തിൽ ആവശ്യം മുന്നോട്ട് വെക്കുമോ? ആ അണികൾ കഴിവുകെട്ട നേതൃത്വം എന്ന് പറയാതിരിക്കാനെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്ന കാര്യം. അദ്ദേഹം എന്ത് പറയുന്നു നോക്കാം. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കണം എന്നുള്ളൊരു ആവശ്യം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നിന്ന് മാത്രമല്ല ഉള്ളത്. മുസ്ലിം ലീഗിൻ്റെ അണികൾ ശക്തമായിട്ട് അത് ആവശ്യപ്പെടുന്നുണ്ട്. സീറ്റ് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയുള്ള ചില വിഭാഗങ്ങളും അങ്ങനെ ആവശ്യപ്പെടുന്നു. ഉദാഹരണത്തിന് സമസ്തയെപ്പോലുള്ള ആളുകൾ സീറ്റ് കൂടുതൽ ചോദിക്കണം എന്നുള്ള പരസ്യമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്ന് വരുന്ന ഒരു ഡിമാൻഡ് എന്ന നിലയിൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ ലീഗൽ ലക്ഷ്യത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നീട് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാം, ഏത് സീറ്റുകൾ കിട്ടണോ അത് വേറൊരു വിഷയമാണ്. പക്ഷേ
എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിമാൻഡ് വന്നിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതിനൊരു വളരെ ഒബ്ജക്റ്റീവായിട്ടൊരു കാരണമുണ്ട്. ഒന്ന്, കഴിഞ്ഞ 2014 ഇന്ത്യൻ പാർലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതുവരെ ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം വളരെ ശുഷ്കമായ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം പ്രാന്തീയത്തിലുള്ളൊരു പാർലമെൻറ്റാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അതിന് കാരണം പ്രധാനമായിട്ട് BJP വലിയ തോതിൽ സീറ്റ് 4-ൽ 3 സീറ്റോളം നേടിയ സമയത്ത് അവർ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനങ്ങളിൽ ഒരു സ്ഥലത്തും മുസ്ലിം കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ടേ ഇല്ല. UP പോലെയുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് ഒരൊറ്റ ആളെ പോലും ജയിപ്പിച്ചെടുക്കാൻ താല്പര്യമുണ്ടായിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ സമീപകാലത്ത് ഒരിക്കലും കാണാത്ത വിധം മുസ്ലിം വോയിസ് എന്ന് പറയുന്നത് വളരെയേറെ ഫീബിളാണ്. വളരെ ചുരുക്കം പേര് മാത്രമാണ് മുസ്ലിം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിപ്പർക്കഷനായിട്ട് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനും പാർലമെൻറ്റിൽ ആ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഒന്നും കഴിയാത്തൊരവസ്ഥയുണ്ട്. മുമ്പ് ഉണ്ടായിരുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഇന്നിപ്പം മുസ്ലിം വിഷയങ്ങൾ സംസാരിക്കാൻ പോലും പാർലമെൻറ്റിലാളില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സ് ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ, അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരണം എന്നുള്ള ഒരു ഡിമാൻഡാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള സെക്ഷൻസിനകത്ത് ഈ ഡിമാൻഡ് ഉന്നയിക്കാൻ കാരണം. അതൊരു ജെന്യുവനായിട്ടുള്ള ഡിമാൻഡാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വസ്തുതയാണ്. ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ഒരു സെക്യുലർ കക്ഷികൾക്കിടയിൽ മുസ്ലിം പാർട്ടികൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ അവർ കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഹൈദരാബാദിൽ നിന്ന് കുറച്ച് കിട്ടുമായിരിക്കും, അതല്ല ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമായിരിക്കും. ചെക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മുസ്ലിം ലീഗിനകത്ത് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ പ്രധാനപ്പെട്ട പല സംഘടനകളും കമ്മ്യൂണിറ്റിയിൽ തന്നെ സ്വതന്ത്രരായ ആളുകളുമൊക്കെ ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടണമെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്ന കൂടുതൽ ആളുകൾ നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ലീഗ്. അതുകൊണ്ട് അത് ചോദിക്കാൻ നിർബന്ധിതമാകുന്നതിലേക്ക് വരും, അല്ലെങ്കിൽ വരണമെന്ന അഭിപ്രായം പങ്കുവെക്കുന്ന ആളാണ് അദ്ദേഹം. അത് ചോദിക്കാൻ കഴിയും വിധമുള്ള അടിസ്ഥാനപരമായ വോട്ട് ബലം ലീഗിനുണ്ടോ എന്നതും പരിശോധിക്കേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ കേരള കോൺഗ്രസും ലീഗും രണ്ട് പാർട്ടികളും 3 സീറ്റ് വേണം, അല്ലെങ്കിൽ അധികമായ ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്നവരാണ്. മാണി അത് ചോദിച്ചു കഴിഞ്ഞു. അത് മാണിയും തന്ത്രപരമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ജോസഫ് പക്ഷേ വളരെ സ്ട്രോങ് ആയി ശക്തമായി അതിനുവേണ്ടി നിലകൊള്ളുകയാണ്. നമുക്ക് നോക്കേണ്ടുന്ന ഒരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആകെ ലഭിക്കുന്ന വോട്ടെത്ര, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിക്കുന്ന വോട്ടെത്ര ഈ പാർട്ടികൾക്ക് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് ഷെയറും തമ്മിലുള്ള അന്തരം വലുതാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രയധികം വോട്ട് കിട്ടുന്നുണ്ട്, ലോക്സഭയിൽ കൂടി ഞങ്ങൾക്കത് കിട്ടാൻ അർഹതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സീറ്റ് കൂടി വേണം എന്ന ക്ലെയിം ഉന്നയിക്കാൻ ഈ പാർട്ടികൾക്ക് കഴിയുമോ എന്നതാണ്. നമുക്കത് ആദ്യം കേരള കോൺഗ്രസിൻ്റെ വിശദാംശം തന്നെ പരിശോധിച്ച് നോക്കാം. കേരള കോൺഗ്രസ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഒരിടത്താണ്, വിജയിച്ചതും ഒരിടത്താണ്. അത് കോട്ടയം നമുക്കറിയാം. കിട്ടിയ വോട്ട് 4,24,194 വോട്ടുകളാണ് എന്നതറിയാമല്ലോ. ശതമാനം എന്ന് പറയുന്നത് 1.74% വോട്ടാണ് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് ഓർത്ത് വയ്ക്കുക. 1.74% 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് വിഹിതമായി കിട്ടി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കാം. 15 സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിക്കുന്നു. 6 സീറ്റിലാണ് വിജയിച്ചത്. 8,77,718 വോട്ട് അവർക്ക് കിട്ടി. വോട്ടിൻ്റെ എണ്ണം കൂടി, പക്ഷേ അവരുടെ വോട്ട് വിഹിതം നോക്കുക, അത് 3.99 ഉയർന്നു. അതായത് 1.7 എന്നതിൽ നിന്ന് 3.99 മാണിയുടെ വോട്ട് വിഹിതം, കേരള കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട് എന്നാണ്. വോട്ടിൻ്റെ എണ്ണം നോക്കണ്ട, വോട്ടിൻ്റെ ശതമാനം നോക്കിയാൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമാഹരിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിക്ക് 2% താഴെ മാത്രം വോട്ട് സമാഹരിക്കാൻ കഴിയും വിധത്തിൽ ഒരു സീറ്റിലേക്ക് അവരെ ചുരുക്കേണ്ടതില്ല. അവർക്ക് കൂടുതൽ സീറ്റ് വോട്ട് വിഹിതം ചൂണ്ടിക്കാണിച്ച് അവകാശപ്പെടാൻ കഴിയും എന്നാണ്. കോൺഗ്രസ്സുകാർക്കത് ഈ 3.99 നേടുന്നത് ഞങ്ങളുടെ കൂടി വോട്ടുകൾ കൂടി ആണ് എന്ന അഭിപ്രായം പറയാമെങ്കിലും ആ പാർട്ടിക്ക് കിട്ടിയത് 3.99 നിയമസഭയിൽ കിട്ടിയിട്ടുണ്ട്. ആ വോട്ടിൻ്റെ ബലത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലോക്സഭയിൽ 1 കൂടുതൽ സീറ്റ് ചോദിക്കാം. കാരണം അവർക്ക് ഒരു സീറ്റിൽ മത്സരിക്കുമ്പോൾ 1.7 സംതിങ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. 3.99 പരിസരത്തേക്ക് എത്തുന്നതേയില്ല. ഒരു സീറ്റ് കൂടി അഡീഷണലായി ചോദിക്കാൻ ഈ കണക്ക് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക്
മുസ്ലിം ലീഗിൻ്റെ കാര്യം കൂടി നോക്കാം. മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചത് 2 സീറ്റിലാണ്. 2ഇടത്തും അവർ വിജയിച്ചു, മലപ്പുറത്തും പൊന്നാനിയിലും. വോട്ട് നിങ്ങൾ കാണാം, 8,16,226 വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. 3.36% വോട്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സമാഹരിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുക. ഇനി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 23 സീറ്റിൽ ലീഗ് മത്സരിക്കുന്നു. 18 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. വലിയ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞു. വോട്ട് ഇത്രയധികം വോട്ട് കിട്ടി. ശതമാനം എന്നത് 7.40. 7.4% വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചു. പകുതി ശതമാനം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത്. കാരണം 2 സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് എന്നതറിയുക. അപ്പോൾ 2 സീറ്റിൽ മാത്രം മത്സരിക്കുന്നവർക്ക് അത്ര വോട്ട് വിഹിതമേ കിട്ടാനിടയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി സമാഹരിക്കുന്ന വോട്ടിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ അവർക്ക് സ്വാഭാവികമായും ഈ കൂടുതൽ സീറ്റ് അവകാശപ്പെടാൻ കഴിയും. അതൊരു സാങ്കേതിക യുക്തിയാണ്, അവകാശപ്പെടുന്നതിൽ തർക്കമില്ല. അപ്പോൾ സത്യത്തിൽ നോക്കിയാൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വെച്ച് നോക്കിയാൽ ഈ പാർട്ടികൾക്കൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നഷ്ടക്കളിയാണ് ഈ പ്രാദേശിക പാർട്ടികൾക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ജോസഫും മാണിയും പറയുന്നത് നമുക്കറിയാമല്ലോ, ഞങ്ങൾക്ക് ഈ ലയനം കൊണ്ട് കാര്യമായ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. മാണി പറയുന്നു എനിക്കും ലാഭമൊന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. ജോസഫ് പറയുന്നു ഒരു ലാഭവും ഉണ്ടായിട്ടില്ല എന്ന്. അത് അവർക്ക് ആരുടെയൊക്കെ ആളുകളെ എവിടെയൊക്കെ മത്സരിപ്പിക്കാൻ പറ്റുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. നമുക്ക് സാങ്കേതികമായി നോക്കാം ഈ ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ളത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 23 സീറ്റിൽ മത്സരിച്ചു, 18 ജയിച്ചു. അവർക്ക് ഇത്രയധികം വോട്ട് കിട്ടി. 7.4% വോട്ട് ആണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസിലെ മാണിയും ജോസഫും 2ഇടത്തായിരുന്നു നമുക്കറിയാം. കേരള കോൺഗ്രസ് മാണി 11 സീറ്റിൽ മത്സരിച്ചു, 7ഇടത്ത് വിജയിച്ചു. അവർക്ക് 3.26% വോട്ട് കിട്ടി. കേരള കോൺഗ്രസ് ജോസഫ് 6ഇടത്ത് മത്സരിച്ചു, 4 സീറ്റിൽ വിജയിച്ചു. അവർക്ക് 1.75% വോട്ട് കിട്ടി. ഈ രണ്ടിൻ്റെയും കണക്ക് പറയാൻ കാരണം, ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ഇവർക്ക് 2 പേർക്കും കൂടി ചേർന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഒറ്റയ്ക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലയനം കൊണ്ട് സത്യത്തിൽ കാര്യമായ നേട്ടം സാങ്കേതികമായി ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഈ വോട്ടുകളുടെ കണക്ക് നിരത്തി പറയാൻ കഴിയും. പക്ഷേ ഈ അവകാശവാദങ്ങളുടെ രാഷ്ട്രീയ ചർച്ചയിൽ കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നത് അത് വേറെ കാര്യമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ വേറെ തന്നെ വശങ്ങളിലൂടെ പോവേണ്ടവയുമാണ്.